സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. എഫീസ്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അധ്യായം മുഴുക്കെ നമ്മൾ വായിച്ചപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. അതായത് നമ്മൾ പണ്ട് ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ കർത്താവിൽ സമീപസ്ഥരായിരിക്കുന്നു എന്നൊക്കെ അല്ലെ. എന്നാൽ പെട്ടെന്ന് ഞാൻ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു കാലത്ത് ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. എന്നാൽ ഇന്ന് ഈ ദൂരസ്ഥരായിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ എന്റെ മനോഭാവം എന്താണ്? പലപ്പോഴും നമുക്ക് ദേഷ്യം വരാറുണ്ടല്ലേ. നമ്മൾ പല വ്യക്തികളോട് ഒത്തിരി പ്രാവശ്യം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്തായിരിക്കാം, നമ്മുടെ സമീപവാസികളോടൊക്കെ ആയിരിക്കാം, നമ്മൾ ഒത്തിരി പ്രാവശ്യം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും കാണുമ്പോഴും നമ്മൾ എത്ര നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വെറുപ്പോട് കൂടി നമ്മൾ അവരെ നോക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളും ഇങ്ങനെ ആയിരുന്നു എന്ന്? കർത്താവിന്റെ കൃപയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ ഈ ദൂരസ്ഥരായിരുന്നു നമ്മളെ ഇന്ന് കർത്താവ് നമ്മളെ സമീപസ്ഥരായിരുന്നു. അപ്പൊ നമുക്ക് അവരോടുള്ള മനോഭാവം, ഞാനും ഇങ്ങനെയായിരുന്നു എന്നും, എനിക്ക് ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് ഞാൻ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പോകാത്തത്, എന്നിൽ ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് അവർ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാൻ പോകാത്തത്. ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന സാഹചര്യം. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ കഴിയുന്നില്ല? എന്റെ കഴിവോ എന്റെ ഒരു ക്വാളിറ്റിയോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ സൗന്ദര്യമോ ഒന്നും കൊണ്ടല്ല, കർത്താവ് എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, കർത്താവിന്റെ കൃപയാലാണ് ഇന്ന് അങ്ങനെ പോകാതെ എനിക്ക് എന്റെ ക്രിസ്തുവിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷക്കാരങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നമ്മൾ കർത്താവിന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ഞാൻ ഇന്ന് കർത്താവിനൂടെ സമീപസ്ഥനായിരിക്കുന്നു. എന്നാൽ ആ സമീപത്തായിരിക്കുമ്പോഴും ഞാൻ ദൂരസ്ഥനാണോ ഇല്ലയോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ദൂരസ്ഥനാണോ? കർത്താവിൽ നിന്ന് ഞാൻ ദൂരസ്ഥനാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനായിട്ട് കഴിയും? ദൂരസ്ഥരാണോ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ കർത്താവിന്റെ മകളായിരിക്കുന്നു, എന്റെ കർത്താവ് രക്തം തന്നെ എന്നെ വീണ്ടെടുത്തു അല്ലെ. ആ കർത്താവിന്റെ ആ നിത്യതയിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി ഇരിക്കുമ്പോഴും ഞാൻ ദൂരസ്ഥനാണോ അല്ലയോ? ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ദൂരസ്ഥനാണോ ഇല്ലയെന്ന്, എന്റെ അവസ്ഥ എന്തെന്ന് എനിക്കൊന്ന് പേഴ്സണലി, എനിക്ക് വ്യക്തിപരമായിട്ടൊന്ന് എന്നെ ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മളോടൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കും, നിങ്ങൾ ഈ സാഹചര്യത്തിൽ എവിടെ നിൽക്കുന്നുവെന്നും. ഒന്ന്, നമ്മളെ ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടോ? എന്താണ് വ്യക്തിപരമായിട്ടുള്ള ബന്ധം? വ്യക്തിപരമായ ബന്ധം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ സുനിത ആന്റി ആയിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് ആന്റിയെ കുറിച്ച് നന്നായിട്ട് അറിയാം, ആന്റിയുടെ ഇഷ്ടങ്ങളെ എനിക്കറിയാം, ആന്റി എവിടൊക്കെ പോകുമെന്നുള്ളത് എനിക്കറിയാം അല്ലെ. മാത്രമല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ആന്റിയായിട്ട് ഞാൻ ഇന്നും കമ്മ്യൂണിക്കേഷൻ ആന്റിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആന്റി നാളെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആന്റി ഞാൻ ഇങ്ങനെയാണ് എന്ന് ഞാൻ തീർച്ചയായും ആന്റിയോട് പറയും. അല്ലെങ്കിൽ എന്റെ പല സാഹചര്യത്തിലും എനിക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്നെക്കാളും മുതിർന്ന ആളാണ്, അതുകൊണ്ട് ജീവിത സാഹചര്യത്തിൽ കൂടുതൽ അറിവുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ആന്റിയോട് ചെയ്യും, ആന്റി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്നൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ആന്റിയുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇതേപോലെ ഒരു വ്യക്തിപരമായ ബന്ധം ഞാനും എന്റെ കർത്താവുമായിട്ടുണ്ടോ?
എൻ്റെ കർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാവോ, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നന്നായിട്ട് അറിയാവോ. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ തീരുമാനങ്ങൾ അങ്ങ് വളച്ചൊടയ്ക്കാറുണ്ട്. അല്ല, കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടം തന്നെയാണ് എന്ന് നമ്മളായിട്ട് ചിന്തിക്കാറുണ്ട്. വ്യക്തിപരമായിട്ട് എൻ്റെ കർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ തീരുമാനങ്ങളെ വളച്ചൊടിക്കുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും. ദൈവത്തിന്റെ ചോദിച്ചിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്? ചെന്ന് ചോദിക്കും. നമ്മുടെ കാര്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ കർത്താവിന്റെ മറുപടി കേൾക്കാൻ പലപ്പോഴും നിന്നു കൊടുക്കാറില്ല. കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കും. കർത്താവിന്റെ ഹൃദയത്തെ അറിയും. അവന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാനായിട്ട് കഴിയും. വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവർക്ക് നന്നായിട്ട് അറിയത്തില്ല ഒരു വ്യക്തിയെക്കുറിച്ച്, അവന്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവുണ്ടാകുക. നമ്മൾ പലപ്പോഴും പറയുന്നത് നമുക്ക് സമയമില്ല. മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി സമയമുണ്ട്. ഒത്തിരി സമയം നമ്മളൊരു കാര്യം ലോകത്തിലൊരു മനുഷ്യനെ ഏൽപ്പിച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലോകത്തിലൊരു വ്യക്തി എന്നിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ ഉറക്കമില്ലാതെ അത് ചെയ്യും. എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഞാൻ എത്ര ഉറക്കം ഒഴിക്കുന്നുണ്ട്? എനിക്ക് സമയമില്ലേ? നാളെ ഞാനിപ്പോ പഠിക്കാൻ പോയതുകൊണ്ട് എനിക്കറിയാം, എന്റെ ടീച്ചർ എനിക്ക് ഒരു കാര്യം, ഒരു ഹോംവർക്ക് എനിക്ക് തന്നാൽ 2 മണിയാലും 3 മണിയാലും ഞാൻ ചെയ്ത് നാളെ കൊണ്ടുപോയിരിക്കും. കാര്യം ലോകത്തിലുള്ള മനുഷ്യനെ ഞാൻ അനുസരിക്കാനായിട്ട് ഇത്രയും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എന്നാൽ ഒരു നിസ്സാരപ്പെട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എത്ര സമയം ദിവസത്തിൽ ഇരിക്കുന്നുണ്ട്? എന്റെ സമയത്തെ എത്ര വേണ്ട മാറ്റി വെക്കുന്നുണ്ട്? സമയമില്ലേ? സമയക്കുറവാണോ പ്രാർത്ഥനയുടെ പ്രശ്നം? പലപ്പോഴും പറയും അല്ലേ, ഞാനിപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, ഇപ്പൊ പഴയതുപോലെ എനിക്ക് സമയമില്ല. തീർച്ചയായിട്ടും നമ്മൾ അത് പറയുന്ന ഒഴിവുകഴിവാണ്. ദൈവമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്തിരിക്കും? ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിരിക്കും. എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ചേട്ടൻ വിളിക്കുന്ന ഒരു സമയം എനിക്കറിയാം. രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, രാത്രി വിളിക്കും. ഈ ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ വിളിക്കാതിരുന്നു കഴിഞ്ഞാല് എനിക്ക് അപ്പോഴേ ടെൻഷൻ തുടങ്ങും അല്ലെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അതെന്തുകൊണ്ടാണ്? എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്, ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ഇതേപോലൊരു ബന്ധം കർത്താവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, രാവിലെ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എപ്പോഴെങ്കിലും വിഷമം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ടെൻഷൻ തോന്നിയാ? എപ്പോഴെങ്കിലും ദൈവത്തോട് രാവിലെ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ മനസ്സിൽ വിഷമം തോന്നിയോ? ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല എന്നുള്ളൊരു മനസ്സിൽ നിന്നുള്ളൊരു വിഷമം എപ്പോഴെങ്കിലും ഉള്ളിൽ വന്നോ? രാത്രിയിൽ പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോയപ്പോൾ, ചിലപ്പോൾ ചേട്ടൻ വിളിക്കുമ്പോൾ, ചിലപ്പം ഒത്തിരി ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ 2 മണിക്കൊക്കെ ഞെട്ടി ഉണരും. ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ, മിസ് കോളെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചാടി എഴുന്നേൽക്കും. എന്തുകൊണ്ടാണ്? വ്യക്തിപരമായിട്ടുള്ള ബന്ധവും സ്നേഹത്തിന്റെയും പേരിലാണ്. എന്നാൽ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്തെന്നറിയാവോ? നമുക്ക് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് അവിടെ ഒന്നും ഇതുവരെ അല്ലെ, നമുക്ക് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കാതിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഭാവവും അല്ലെങ്കിൽ അതേ ഉണ്ടായ അതേ ഭാരം ഞാൻ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയപ്പോൾ എന്നിൽ ഉണ്ടായില്ല. കാരണം എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഞാൻ അത്രയും വില കൊടുത്തോളൂ. ദൈവത്തോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല, ആ പ്രാധാന്യം, എത്ര ഇമ്പോർട്ടൻസ് ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ. നമ്മൾ ബൈബിൾ മുഴുക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനാ വീരന്മാരായ ഒത്തിരി ആൾക്കാരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പ്രതികൂലമായ സാഹചര്യത്തിൽ, ദാവീദൊക്കെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്തിരുന്നിട്ടുണ്ട്? അവർ പുറത്തേക്ക് നോക്കി അവരുടെ മട്ടിപ്പാവിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തലമുറയിലെ പിൻതലമുറക്കാരാണ് നമ്മളും. എന്നിട്ട് നമ്മൾ എത്രത്തോളം, നമുക്കിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വീട്ടിൽ പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം, എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്? ആ പ്രാർത്ഥന ഇനി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഇതേപോലെ ഒരു മനസ്സിനൊരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ രണ്ട് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് കേൾക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം. ചേച്ചി ഇന്നും പറഞ്ഞതുപോലെ നമ്മൾ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ നമ്മൾ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ ദൈവം പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട് അവിടെ മെസ്സേജിൽ എന്ത് പറഞ്ഞിരുന്നു? പ്രവാചകൻ പറഞ്ഞ് ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമെന്ന്. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ 7 ദിവസം പുറത്തായിരുന്നു. ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യത്തിൽ എത്ര പേര് പറഞ്ഞ് എന്റെ സാഹചര്യത്തിൽ ഉണങ്ങിയിരിക്കുന്ന അസ്ഥി ജീവിപ്പിക്കാൻ എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിവെന്ന് എത്ര സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞു. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ സഭയായിട്ട് നമ്മൾ കേട്ടത്
സഭയ്ക്ക് മൊത്തത്തിൽ പറഞ്ഞതല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ആന്റിക്ക് പറഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് പറഞ്ഞതാണ്. അല്ല, ഒരിക്കലും അല്ല. ഇത് എന്നോട് ദൈവം സംസാരിച്ചതാണ്. ഞാൻ ഈ ഒരു ആഴ്ചയിൽ പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രതികൂലമായ സാഹചര്യം വന്നെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തെ നോക്കി പറഞ്ഞോ, എൻ്റെ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവൻ വെക്കുമെന്ന്? എത്ര പേര് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയാത്തത്? ആ വചനം എൻ്റെ ചെവിയിൽ കേട്ട് ഈ ചെവി കൂടെ പോയി, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയില്ല. കാരണം എന്താണ്? ഞാനത് വിശ്വസിച്ചില്ല. എന്റെ ജീവിതത്തിലെ ഉണങ്ങിയ ആസ്തികൾ ജീവൻ വെക്കും. ഞാൻ ഈ കേട്ട വചനത്താല് എന്റെ ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരും, ജീവനില്ലാത്ത അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരാതെ പോയത്. ഞാൻ വിശ്വസിച്ചിരുന്നു എന്നെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എൻ്റെ സാഹചര്യങ്ങളെ നോക്കി ഞാൻ പറയും, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ജീവനില്ലാത്ത അവസ്ഥകൾ എന്ത് ചെയ്തിരിക്കും? ജീവൻ വന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞേനെ അല്ലേ? അതുപോലെ തന്നെ വേറൊരു ഇതാണ്, വചനത്തോട് നമുക്ക് അത്ര വിരക്തി തോന്നുക എന്ന് പറയുന്നത്. വചനം വായിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. നമുക്കറിയാം, നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് ബൈബിൾ എടുത്ത് വായിക്കണം. നേർച്ചയ്ക്ക് വേണ്ടി പലപ്പോഴും വായിക്കാറുണ്ടല്ലേ? ഒരധ്യായം വായിക്കും, 2 അധ്യായം വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് ചിലപ്പോൾ ഗായന്റെ അച്ഛൻ ഗായനെ വിളിച്ചിട്ട് ചോദിക്കും, മക്കളെ ഇന്ന് ബൈബിൾ വായിച്ചാ? ഓ വായിച്ച്. എന്ത് വായിച്ച്? അതച്ഛാ അത് ഇന്നടുത്ത് ഇത് പറയും. കാരണം എന്താണ്? നമ്മൾ വായിച്ച്. എന്നോടും ചോദിക്കാറുണ്ട്, വായിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വായിക്കാൻ വേണ്ടി വായിച്ചു പോയി. എന്നാൽ ആ 2 അധ്യായം അല്ല, ഞാൻ വായിച്ച ഒരു വചനമാണെങ്കിലും ആ ഒരു വചനത്തിലൂടെ ദൈവം എൻ്റെ എന്താണ് പറഞ്ഞത്? ഇന്ന് ഞാൻ നടക്കേണ്ട വഴി, നാളെ ഞാൻ നടക്കേണ്ട വഴി, ഞാൻ കഴിഞ്ഞ ദിവസം ആയിരുന്ന വഴി, ഇതാണ് ദൈവം എന്നോട് സംസാരിച്ചത്. പക്ഷെ ആ സംസാരിച്ചത് എന്ത് എന്ന് കേൾക്കാനുള്ള ചെവി എനിക്കില്ലായിരുന്നു. ഞാൻ വായിച്ചു, ഒരു കഥ വായിക്കുന്നത് പോലെ. ആ കഥ വായിക്കുന്നത് പോലെ ഞാൻ ദൈവവചനം വായിച്ചു കഴിഞ്ഞാല് വിരക്തി ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വായന എന്ന് പറയുന്നത് എൻ്റെ ചെവിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വായനയാണ്, എൻ്റെ ഹൃദയത്തിൽ ഇരിക്കാൻ വേണ്ടി. എൻ്റെ ഹൃദയത്തിലിരുന്നാൽ മാത്രമേ ഈ വചനം എന്നെ വഴി നടത്തുകയുള്ളൂ. ഇത് എൻ്റെ ഹൃദയത്തിലിരുന്ന് ചിലപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കുറെ വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മനസ്സിലായ, എനിക്ക് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ ഹൃദയത്തിലുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പല സാഹചര്യത്തിലൂടെയും ഞാൻ പോയപ്പോൾ ഞാൻ ഈ വായിച്ച വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉരുവിടുന്ന ശബ്ദം ഞാൻ കേട്ടു. കാരണം എന്താണ്? ഇത് ജീവനുള്ളതാണ്. ഈ വചനം എന്ന് പറയുന്നത് നമ്മളെ ആര് വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തില് പ്രവൃത്തി ചെയ്യുന്നതാണ്. കാരണം വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കാണ്. വചനം ദൈവം തന്നെയാണെങ്കിൽ ദൈവമാണ് നമ്മളെ അടുത്ത് പറയുന്നത്. ഈ വിരക്തി നമ്മുടെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് സമീപസ്ഥനെന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കുക. ഒരു വചനമാണ് ഞാൻ വായിക്കുന്നെങ്കിലും ആ ഒരു വചനം ആ ഒരു ദിവസം എന്നെ വഴി നടത്തും. ചിലപ്പം ഒരു അധ്യായമായിരിക്കും വായിച്ചത്, അതിൽ ചിലപ്പോൾ ചില കണ്ടന്റുകളായിരിക്കും. ആ കണ്ടന്റ് എന്ത് ചെയ്തിരിക്കും? എൻ്റെ ഒരു ദിവസം മുഴുവൻ വഴി നടത്തിയിരിക്കും. 3, നമ്മളിലുണ്ടാവുന്ന പ്രത്യാശയില്ലായ്മ എന്ന് പറയുന്നത്. എത്ര പേർക്ക് വാസ്തവത്തിൽ പ്രത്യാശയാണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എത്തുമെന്ന് അറിയത്തില്ല അല്ലെ? പലർക്കും എന്ത് ചെയ്യുന്നില്ല? ഉറപ്പ് വരുന്നില്ല. എന്താണ് കാരണം? എന്റെ ദൈവം ആരെന്ന് വാസ്തവമായിട്ട് ഞാൻ അറിയാത്തത് കൊണ്ടാണ്. എന്റെ ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്നുള്ള പൂർണ്ണബോധ്യം എന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആ ഒരു പൂർണ്ണ ഹൃദയം ഉണ്ടെങ്കിൽ ആ പ്രത്യാശ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. ദൈവം വിളിച്ച് എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണോ ഞാൻ എന്റെ ദൈവത്തിൽ നിലനിൽക്കുന്നത്? എന്നും എനിക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണോ ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത്? എന്റെ കടങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എന്റെ മക്കൾ പഠിക്കാൻ വേണ്ടി, എന്റെ മക്കളൊരു ഭാവിയിലെത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ വരുന്നത്? ഞാൻ വരുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഞാൻ ഇവിടെ നിന്ന് എപ്പോൾ നീക്കപ്പെടുന്നുണ്ടോ? നമ്മൾ ഇന്ന് ഈ സാഹചര്യം നോക്കുമ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അല്ലെ? ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് ലോകം പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ? ഗൾഫ് രാജ്യങ്ങളെല്ലാം യുദ്ധത്തിന്റെ ഭീഷണിയില് ശബ്ദങ്ങള് ഇത് തകർന്നു വീഴുന്ന ശബ്ദങ്ങളും നിലവിളിയും കൊണ്ട് ആ ഒരു രാഷ്ട്രം മുഴുവൻ ഇങ്ങനെ കരച്ചിലായിരിക്കുമ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എത്ര സമയം ഇവിടെ സുരക്ഷിതരാണ് എന്ന് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ഇറാനിലായിരുന്ന ഒരു വിദ്യാലയത്തില് ബോംബ് വീണിട്ട് 83 കുട്ടികൾ മരിച്ചു എന്ന്. അവർ പ്രതീക്ഷിച്ചായിരുന്നോ സ്കൂളിലേക്ക് അവർ ഇറങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം ഇന്ന് കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ആ കടന്നു പൊക്കോണ്ടിരുന്ന സാഹചര്യത്തിൽ എനിക്ക് പ്രത്യാശയുണ്ടോ?
എന്നിൽ പ്രത്യാശ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ തന്നെയാണ്. കാരണം എന്റെ ക്രിസ്തുവിനെ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. എന്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് നമ്മൾ രക്ഷ ഏറ്റു പറഞ്ഞപ്പോഴല്ലേ, വിശ്വാസത്താല് കൃപയാല് നമുക്ക് ആ രക്ഷ നമുക്ക് ലഭിച്ചു. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഞാനും എന്ത് ചെയ്യും? എന്റെ കർത്താവിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് നിനക്ക് രോഗസൗഖ്യം തന്ന്, നിനക്ക് കടബാധ്യത മാറി, നിനക്ക് വിദ്യാഭ്യാസത്തെ എന്നുള്ള വിശ്വാസത്തിലാണോ നമ്മൾ അന്ന് രക്ഷ ഏറ്റു പറഞ്ഞത്? ഒരിക്കലും അല്ല. നമ്മൾ എന്താണ് ഇതൊക്കെ നമുക്ക് കിട്ടിയ എന്താണ് കൂടെ കിട്ടിയ ചില ഗിഫ്റ്റുകളാണ് അല്ലേ, കൂടെ കിട്ടിയ ചില ഗിഫ്റ്റുകളാണ്. പക്ഷെ എന്താണ് പ്രധാനം എന്ന് പറയുന്നത്? പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. ഞാൻ ഇവിടെ എൻ്റെ കണ്ണടച്ചു കഴിഞ്ഞാല് ഞാൻ കർത്താവിന്റെ കൂടെ ഞാൻ അവിടെ വസിക്കൂ എന്നുള്ളത് ഞാൻ എന്ന് ചോദിച്ചു. ഞാൻ സ്വയമേ ഞാൻ ചിന്തിച്ചതാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടെ കണ്ണടച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കണ്ണു തുറക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെയാണുള്ളത്? ദൈവസ്തുതിയാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. ഇവിടെ ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം ഇഷ്ടപ്പെടാതെ ഇരുന്നു കഴിഞ്ഞാൽ, നമുക്ക് ദൈവസന്നിധിയിൽ പോയി കഴിഞ്ഞാൽ ഈ സ്തുതികളെ നമുക്കത് നന്നായിട്ട് തോന്നുമോ? നമ്മൾ ഭൂമിയിലായിരിക്കും, നമുക്കിതിലൊന്നും നമുക്ക് എന്തില്ല, ആഗ്രഹമില്ല. ആഗ്രഹം ഇല്ലാതിരുന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകുമോ? ആഗ്രഹം ഇല്ലാത്ത നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് പോകുമോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക അല്ലെ. നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മുടെ എങ്ങനെയാണ്? നമ്മൾ ദൂരസ്ഥരാണോ സമീപസ്ഥരാണോ? സമീപസ്ഥരായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ട് ഒരു ബന്ധം വേണം അല്ലെ. അവന്റെ ഇഷ്ടങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ഇഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ തീരുമാനങ്ങളിൽ അവന്റെ കൂടി പങ്കുണ്ടാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായ്മ, നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ പറയാം, എനിക്കിപ്പം പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പല സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ചില പ്രതികൂല സാഹചര്യത്തിലായിരിക്കാം, ചിലപ്പോൾ അനുകൂലമായ സാഹചര്യത്തിലായിരിക്കും. നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അധികം പ്രാർത്ഥിക്കാറില്ല. നമ്മളിപ്പോ കംഫർട്ടാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വലിയ പ്രാർത്ഥനയൊന്നും വരാറില്ല. നമ്മൾ എന്ത് ചെയ്യാം? മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ ഇന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കും, മുഴങ്കാലിൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കും. എന്താണ് പ്രാർത്ഥന? നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നതാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ പ്രാർത്ഥനയെ നമുക്ക് വളർന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കുക, മനഃപൂർവ്വമായിട്ട് ദൈവജനം വായിക്കുക. നമ്മൾ വിചാരിക്കും ചിലപ്പം ഞാൻ ഇത്രയും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ആ വചനങ്ങൾ നമ്മളോട് സംസാരിക്കും. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു സ്ഥലത്തും പഠിച്ചിട്ട് പറഞ്ഞതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അത് എപ്പോഴായാലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല, ഓക്കെ ഇരിക്കട്ടെ, വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല, കേൾക്കാമല്ലോ, ദൈവം നമുക്ക് ചെവി തന്നിട്ടുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കേൾക്കാമല്ലോ. ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാം അല്ലെ, ഓഡിയോ ബൈബിളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കേൾക്കാം. ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണും. മനഃപൂർവ്വമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളില്, ദൈവവചനത്തിലൂടെ ആയാലും സ്വപ്നത്തിലൂടെ ആയാലും വ്യക്തികളിലൂടെ ആയാലും ഒക്കെ ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തെ മനഃപൂർവ്വമായിട്ട് അങ്ങ് വിശ്വസിച്ചോ? നമ്മൾ ലോകത്തിലുള്ള പലതിനെയും വിശ്വസിക്കുന്നില്ലേ? നാളെ മഴ പെയ്യും, ഇടിയും മിന്നലും ഉണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചനം ഉണ്ടായ നിങ്ങൾ തുണി കഴുകി ടെറസിന്റെ മണ്ടയിൽ ഇടുവോ? ഇല്ല, ഞാൻ ഇടൂല, കാറ്റത്ത് പറന്നു പോവില്ലേ? അങ്ങനെയാണ്. അത് നമ്മൾ വിശ്വസിച്ച്, കാലാവസ്ഥ പ്രവചനത്തെ വിശ്വസിച്ച്, പക്ഷെ കർത്താവ് പറഞ്ഞ പ്രവചനത്തില് വിശ്വാസമില്ല. മനഃപൂർവ്വമായിട്ട് എന്താണ് ഒരു കുട്ടി എങ്ങനെ അല്ലെ വിശ്വസിക്കുന്നു? ദൈവം പറഞ്ഞല്ലോ, നിങ്ങൾ ശിശുക്കളെ പോലെ ആവ്. നമ്മൾ ആ കുഞ്ഞ് എങ്ങനെ വിശ്വസിച്ച അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് തരുന്ന വാഗ്ദത്തത്തിലൊന്നും മനഃപൂർവ്വമായിട്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവമേ, എനിക്ക് നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഇങ്ങനെ പറയുന്ന ഒരുവനെ പോലും കർത്താവ് തള്ളിക്കളയത്തില്ല. ഏത് വിഷയത്തിന്മേലും ദൈവമേ എനിക്ക് കഴിയുന്നില്ല എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം ഒരു കാരണവശാലും കൈവിടത്തില്ല. ഇത് ഞാൻ പഠിച്ചതല്ല, ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ എന്ത് കുറവായിക്കോട്ടെ, നമുക്ക് മനുഷ്യരോട് ഒട്ടും പറയാൻ പറ്റിയില്ല എന്ന് വരും. ഒരു കുറവ്, എന്തേമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പം നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ കഴിയില്ലായിരിക്കും, ഭർത്താവിനോടും അമ്മയോട് ആർക്കും പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ആയിരിക്കും സാഹചര്യത്തിൽ ദൈവത്തിന്റെ സന്നിധി, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പറഞ്ഞ ഒരുവനെയും ദൈവം കൈവിട്ടില്ല. അവൻ പോലും അറിയാതെ അവന്റെ ഹൃദയത്തിൽ ആ പാപത്തെ ദൈവം മാറ്റുന്നത് കാണാം. അതാണ് നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം. പിന്നെന്താണ്? വചനം മനഃപൂർവ്വമായിട്ട് വായിച്ചോ, മനഃപൂർവ്വമായിട്ട് കേട്ടോ. സമയമില്ലെങ്കിൽ ഹെഡ്സെറ്റെങ്കിലും ഒക്കെ വെച്ചിട്ട് ജോലി ചെയ്യുന്ന സമയത്തെങ്കിലും ഒക്കെ കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വന്നിരിക്കും. അതുപോലെ പ്രത്യാശ, എന്നെ വിളിച്ചത് ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല,
ഞാൻ അവിടെ എത്തും. എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഉറപ്പായിട്ട് എത്തും. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഉറപ്പിനനുസരിച്ച് ജീവിക്കും. സംശയം നമ്മുടെ ജീവിതത്തിൽ വന്നത് ഞാൻ ചെല്ലും, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ദൈവസന്നിധിയിൽ എത്തുമോ എന്തോ, ഈ ഒരു സംശയത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലെ? നമുക്ക് സ്ഥിരതയോടുകൂടി പോകാനായിട്ട് കഴിയില്ല. ഉറച്ചു വിശ്വസിച്ചോ, എൻ്റെ ദൈവം എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ എന്നെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ഞാൻ എത്ര കാലം ഞാൻ എൻ്റെ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നോ, എൻ്റെ ജീവിതം ഞാൻ എപ്പോഴും ഇവിടെ അവസാനിക്കുന്നോ, ഞാൻ തൊട്ടടുത്ത നിമിഷം എൻ്റെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കുക എന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലെ അല്ലാത്ത എന്തെങ്കിലും ദൈവം ആരെന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തികളെ നോക്കി നമ്മൾ കുറ്റം പറയാനല്ല, നമുക്ക് കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല. അവരെ നോക്കി എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെ അറിഞ്ഞൂടാതെ ചെയ്യുന്നതാണ്. ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ, അവരോട് നമ്മൾ പലപ്പോഴും ഞാൻ എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. അവരുടെ ഹൃദയത്തെ ദൈവം തുറന്നില്ല, നമ്മുടെ ഹൃദയത്തെ ദൈവം തുറന്നു. നമ്മൾ തുറക്കാൻ വേണ്ടി ഇങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ അവരെന്ത് ചെയ്യരുത്? ഒരേ ഡിസ്റ്റൻസ് ഇട്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ടല്ല ദൈവം നിർത്തിയിരിക്കുന്നത്. നാളെ നമ്മളിൽ ഈ ഒരു വ്യത്യാസം കാണുമ്പോൾ അവർ പതിയെ നമ്മളോട് ചേർന്നോളും. അത് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അവരുടെ ഹൃദയം ദൈവം കഠിനപ്പെടുത്തിയിരിക്കുന്നത് കാലം വരെ അവർക്ക് ചിലപ്പോൾ വരാൻ കഴിയും. എന്ന് ദൈവം ഒരു മൃദുലമായ ഹൃദയം അവരിൽ കൊടുക്കുന്നു, അവർ നന്ന് നമ്മളോട് ചേരും. നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, അല്ലെ? നമ്മളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം, നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് അറിയുന്നവരുമായിരിക്കാം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഈ കേട്ട വചനങ്ങളിൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.